ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതികൾക്കെതിരെ ആദായ നികുതി വകുപ്പ് അന്വേഷണവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം ആദായ നികുതി വകുപ്പ് IT ഡിപ്പാർട്ട്മെൻറ്റും അന്വേഷിക്കാൻ പോകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, തന്ത്രി കണ്ഠരര് രാജീവര് എന്നിവരുടെ നിക്ഷേപങ്ങളെക്കുറിച്ച് ആദായ നികുതി വകുപ്പും അന്വേഷിക്കും. ED SIT അന്വേഷണങ്ങൾക്ക് സമാന്തരമായി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ അയ്യപ്പൻ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തത്. മിഥുൻ, നോക്കൂ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അപ്പോൾ ആദായ നികുതി വകുപ്പും അന്വേഷണം ഏറ്റെടുക്കുന്നു. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇനി CBI വരുമോ എന്നുകൂടിയാണ് അറിയേണ്ടത്. തീർച്ചയായിട്ടും ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസ് കേവലം SIT കൊണ്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഏതെങ്കിലും ഏജൻസികൾ മാത്രം അന്വേഷിച്ചാലോ അത് പൂർണ്ണമാകില്ല എന്നുള്ളത് ആദ്യം ഇക്കാര്യം ഉന്നയിച്ചത് ഹൈന്ദവ സംഘടനകളാണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ്. അവരെല്ലാം ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നത് ഇതിന് വലിയൊരു വ്യാപ്തിയുണ്ട്, അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട്, ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ സാമ്പത്തിക ക്രമക്കേടുകളെല്ലാം തന്നെ വിശദമായി അന്വേഷിക്കണമെങ്കിൽ അത്തരത്തിൽ അതിന് പ്രാപ്തിയുള്ള അതിന് അധികാരങ്ങളുള്ള കേന്ദ്ര ഏജൻസികളടക്കം ഇതിൽ അന്വേഷണം നടത്തണമെന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇതെല്ലാം എതിർക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരം അന്വേഷണങ്ങൾ ഇപ്പോൾ ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. SITക്ക് പുറമെ EDയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കൂടി ഈ വിഷയത്തിൽ അന്വേഷണത്തിലേക്ക് ആരംഭിച്ചിരിക്കും, അതിൻ്റെ വിവരശേഖരങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഇതിലെ പ്രതികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, അതുപോലെ തന്നെ തന്ത്രി അടക്കമുള്ളവരുടെ സ്വത്ത് വിവരങ്ങൾ, അതിൽ വലിയ രീതിയിലുള്ള ക്രമാനുഗതമായിട്ടുള്ള വളർച്ചയും അതുപോലെ തന്നെ ചില കൃത്രിമത്വങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായും സംശയിക്കുന്നത്. ഈ തന്ത്രിക്ക് ഇതുപോലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഏതാണ്ട് 2 കോടിയിലധികം രൂപയുടെ നിക്ഷേപമുണ്ടെന്നും ഭാര്യയ്ക്ക് ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപയുടെ നിക്ഷേപമുണ്ട് എന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവയൊന്നും പക്ഷേ ഈ ആദായ നികുതി വകുപ്പിൻ്റെ അടക്കമുള്ള രേഖകളിൽ ഉൾപ്പെടുത്താത്തതാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. അതുകൊണ്ട് ഈ വിഷയത്തിലുള്ള ഒരു അന്വേഷണം എന്തായാലും ഉണ്ടാകുമെന്ന് ആണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മുരാരി ബാബുവിൻ്റെ സ്വത്ത്, അതിലുണ്ടായ വർധനവ് വലിയ രീതിയിൽ ഒരു ക്രമാനുഗതമായിട്ടുള്ള ഒരു വർധനവാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2019 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ കേവലം ഒരു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു ക്ലർക്കായിട്ടാണ് മുരാരി ബാബു ജോലിയിൽ പ്രവേശിച്ചത്. ഈ കാലയളവിൽ വലിയ രീതിയിലുള്ള വർധനവ് സ്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ ഒരു ആഡംബര വീട് നിർമ്മിക്കുകയും ചെയ്തു. ഇതെല്ലാം എങ്ങനെ സാധിച്ചു ഏതാണ്ട് 2 കോടിയോളം രൂപ അതിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് അതിനൊരു പ്രാഥമികമായിട്ടുള്ളൊരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ തേക്കുരുപ്പടികളെല്ലാം തന്നെ സജ്ജമാക്കിക്കൊണ്ടായിരുന്നു അത്തരത്തിലുള്ളൊരു വീടിൻ്റെ നിർമ്മാണം ഉണ്ടായത്. ഇതെല്ലാം എങ്ങനെ ഒരു ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥന് കഴിയുന്നു എന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ കൂടി മുരാരി ബാബുവിൻ്റെ ഇടപാടുകളിൽ കൂടി ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടിമുടി ദുരൂഹമാണ് ആദ്യഘട്ടം മുതൽ തന്നെ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസറായിട്ടുള്ള ശബരിമലയിലെ ഇടപാടുകൾ, ഈ സ്പോൺസർഷിപ്പ് നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങുന്നു, അതിലൂടെ ലാഭമുണ്ടാക്കുന്നു. ഇതെല്ലാം തന്നെ രാജ്യത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് തന്നെയാണ്, ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് വിലയിരുത്തുന്നത്. ആദായ നികുതി വകുപ്പ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ ഇതെല്ലാം തന്നെ പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം.